ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലൊക്കെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോ ഞാൻ നാട്ടിലേക്ക് പോവല എന്ന് പറഞ്ഞിട്ടിട്ട വീഡിയോയ്ക്കുള്ള റെസ്പോൺസ് കണ്ടിട്ട് എനിക്കെന്നെ എന്തെല്ലോ ഫീൽ ചെയ്യുന്നു. എത്ര കമൻറ്റ്സാണെന്നറിയാം, അതിനൊന്നും ഞാൻ റിപ്ലൈ ചെയ്തിട്ടില്ല. പക്ഷേങ്കിൽ എല്ലാത്തിനും ഞാൻ റിപ്ലൈ തരാട്ടാ. നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിച്ചിട്ടുണ്ടേനു. പിന്നെ അതിൻ്റെ ഒരു ക്വസ്റ്റ്യനിലുള്ള അതിലുള്ള ഒരു ക്വസ്റ്റ്യനിലുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ നമ്മൾ ടി സിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടി സി നമുക്ക് കിട്ടി. കുട്ടികളെന്തായാലും സ്കൂളിൽ നിന്ന് നമ്മൾ ടി സി എടുത്തിട്ടാ. അപ്പോൾ അന്ന് പോയ അന്നത്തെ വീഡിയോ ആണിത്. എന്താ പറയുക, ഭയങ്കര ഇമോഷണലായി പോയിന് കേട്ടോ. അന്ന് സ്കൂളിൽ പോയ സമയത്ത് ഒന്നാമത് ആലു കെ ജി കഴിഞ്ഞല്ലോ. കെ ജി എന്നുള്ള ആ ഒരു സ്റ്റേജ് കഴിഞ്ഞില്ലേ, എൽ കെ ജി യു കെ ജി കഴിഞ്ഞിട്ട്. ഇനിയിപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ, അതും ഈ സ്കൂളിൽ നിന്ന് പോകുന്നതുകൊണ്ടും പിന്നെ കെ ജി കഴിഞ്ഞൊരു സങ്കടവും അങ്ങനെയെല്ലാമായിട്ട് ഞാനാണെങ്കിലും ആലുവിൻ്റെ ടീച്ചറാണെങ്കിലും ശരിക്കും കരഞ്ഞു പോയിട്ടാ. ഭയങ്കര ഭയങ്കര മിസ്സിങ് ആയിരുന്നു. അയ്യോ, ആ, ഈ ഏജിലല്ലേ എടുക്കാൻ പറ്റുള്ളൂ അല്ലേ? കമ്മ്യൂണിസ്റ്റ് ഈ ഏജിലല്ലേ എടുക്കാൻ പറ്റുള്ളൂ, ഇനി എടുക്കാൻ പറ്റില്ല അല്ലേ? എനിക്ക് പിന്നെ എടുക്കാൻ പറ്റും. ഇത് ലാസ്റ്റ് ഓപ്പൺ ഹൗസിൻ്റെ അന്നും പിന്നെ നമ്മൾ ടി സി കളക്ട് ചെയ്യാൻ പോയ അന്ന് എടുത്ത വീഡിയോ ആണ്, ആലുവിൻ്റെ ക്ലാസ്സിൽ നിന്ന്. പിന്നെ ഇന്നൂനെയും കെ ജി ടൂവിൽ സെയിം മാം തന്നെയായിരുന്നു ഉണ്ടായിനെ. അപ്പോൾ ആ ഒരു കണക്ഷൻ നമുക്ക് ആദ്യം മുതലേ ഉണ്ട്. എന്നിട്ട് നമുക്ക് എന്തെല്ലോ ഒരു മിക്സഡ് ഫീലിംഗ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഡോക്യുമെൻ്റ് ചെയ്യണമെന്ന് ഞാൻ ആദ്യമേ വിചാരിച്ചാൽ. അങ്ങനെ ഞാൻ കുറച്ച് വീഡിയോസെല്ലാം എടുത്ത്. പിന്നെ ഇന്നത്തെ ദിവസം ആലുവിൻ്റെയും ഇന്നൂൻ്റെയും ലാസ്റ്റ് അവർ സ്കൂളിൽ പോകുന്ന ദിവസം. പിന്നെ നിങ്ങൾ ലാസ്റ്റ് വീഡിയോയിൽ എന്നോട് കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടില്ലേ, എന്തിനാ ഒമാൻ ഒഴിവാക്കി നാട്ടിലേക്ക് പോകുന്നത്, എന്താ അതിൻ്റെ കാരണം, എക്സ്പെൻസ് കൂടുതലായിട്ടാണോ, അല്ലെങ്കിൽ അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം ഇൻഷാ അള്ളാ ഞാൻ അതിൻ്റെ എല്ലാം റിപ്ലൈ ചെയ്യുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരെ രണ്ടാളെയും ലാസ്റ്റ് സ്കൂളിൽ പോകുന്ന ദിവസം എല്ലാം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻഷാ അള്ളാ അത് ഞാൻ നെക്സ്റ്റ് വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്യാം. കാരണം ഇന്നത്തെ വ്ളോഗിൽ എല്ലാം കൂടി ആകുമ്പോൾ വലിയ വലിയ വ്ളോഗായി പോവും. അപ്പോൾ എനിക്ക് കുറേ പറയാനുണ്ട്. അത് ഇൻഷാ അള്ളാ ഞാൻ അടുത്ത വ്ളോഗിൽ ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ ഇന്നത്തെ വ്ളോഗിൽ ഇനിയിപ്പോൾ കുഞ്ഞു കുഞ്ഞു ഷോപ്പിങ്ങും പിന്നെ നമ്മളെ പെരുന്നാളിൻ്റെ ഷോപ്പിങ്ങും പെരുന്നാൾ ഡ്രസ്സും എല്ലാം കാണിക്കാം. പിന്നെ ഞാൻ പെർഫ്യൂമിൻ്റെ റിവ്യൂ ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ലേനാ, ഞാൻ അതും ഈ വീഡിയോയിൽ ഈ വ്ളോഗിൽ ആഡ് ചെയ്തിന്. പിന്നെ നിങ്ങളെ പെരുന്നാൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞാൽ ഞാൻ ഈ വ്ളോഗ് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായി പോയി. നമ്മളെ കഴിഞ്ഞിട്ട് 2-3 ദിവസമായി. പിന്നെ ഇനിയിപ്പോൾ 1-2 ദിവസം കൂടിയല്ലേ ഉള്ളൂ പെരുന്നാളിന്. പിന്നെ ഞാനിപ്പോൾ ലുലുവിലാണേ വന്നിട്ടുള്ളത്. ലുലുവിൽ ഇങ്ങനെ ഇതിപ്പം ഗോൾഡൻ ഇങ്ങനത്തെ പാത്രങ്ങൾ സെക്ഷനില്ലേ, ഞാൻ കുറച്ചായി ഇങ്ങനെ കണ്ണ് വെച്ച് നിന്നിട്ട് വാങ്ങണമെന്ന്. ഞാൻ എന്തായാലും വിചാരിച്ച് നാട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് ഇങ്ങനത്തെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് പ്ലേറ്റ്സ് എല്ലാം ഇടുന്ന് നോക്കി സെലക്ട് ചെയ്യുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളെല്ലാം ഉണ്ട്, നല്ല രസമായിരിക്കും. വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ സെർവ് ചെയ്യാനെല്ലാം നമുക്ക് യൂസ് ആക്കാം. അങ്ങനെ ഞാൻ ചെറുതും വലുതും പിന്നെ കുഞ്ഞി ബൗളും എല്ലാമായിട്ട് അങ്ങനെ കുറച്ചെണ്ണം ഞാൻ നോക്കിയെടുത്തിന്. പിന്നെ നോമ്പ് തുറക്ക് വേണ്ടുന്ന സാധനങ്ങളില്ലേ, ഇപ്പോൾ ബ്രെഡ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം നോക്കിയെടുക്കലാന്ന്. പിന്നെ നമ്മളിവിടെ മറ്റേ ജ്യൂസ് ഡിസ്പെൻസറില്ലേ, അത് നല്ലൊരു മോഡൽ കണ്ടേ. ഇങ്ങനത്തെ കുറേ നമുക്ക് കുറേ എല്ലാവരുടെയും കാണാൻ പറ്റും. പക്ഷേ ഇങ്ങനെ ഗോൾഡൻ കളർ കണ്ടുതരാം നമുക്ക് വാങ്ങണം എന്ന് തന്നെ തോന്നിയേ. പിന്നെ പിന്നെ നമുക്ക് ഡൗട്ട്, ഇനിയിപ്പോൾ ഇത് നമ്മൾ കൊറിയർ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ തന്നെ കൊണ്ടുവന്നതാണെങ്കിൽ ബബിൾ റാപ്പ് ചെയ്താലും പൊട്ടോ ഇല്ലയോ, അങ്ങനെ കുറേ കൺഫ്യൂഷനായിട്ട് നമ്മൾ എടുത്തിട്ടില്ല. പക്ഷെ ആ ഒരു ഡിസൈൻ നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇൻഷാ അള്ളാ പുതിയ വീട്ടിലേക്കെല്ലാം യൂസ് ആക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇനിയിപ്പോൾ രണ്ടാമതും പോയി വാങ്ങുമോയെന്ന് അറിയില്ല. അത് നല്ലോണം ഇഷ്ടമായിനേനു. നാട്ടിൽ ഓൺലൈനിലെല്ലാം ഉണ്ടാവും, പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു ഡിസൈൻ ഇഷ്ടമായിട്ട് പക്ഷെ എടുത്തിട്ടില്ല. പിന്നെ എന്താ പറയുക, കുറച്ച് പച്ചക്കറി ഫ്രൂട്ട്സ് അങ്ങനെ കുറച്ച് ഷോപ്പിംഗ് എല്ലാം ചെയ്യല.
അങ്ങനെ വേണ്ടുന്ന സാധനമെല്ലാം വാങ്ങി. പിന്നെ ഇവിടുന്ന് പോകുമ്പം തന്നെ നോമ്പ് തുറക്കാനുള്ള സ്നാക്കും ഇന്ന് വാങ്ങലാന്ന് ട്ടോ. ഞാൻ ഇന്ന് കാര്യമായിട്ട് സ്നാക്കൊന്നും ഉണ്ടാക്കുന്നില്ല. പുറത്തിങ്ങനെ പകലെപ്പോഴെങ്കിലും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ സ്നാക്കൊന്നും ആക്കലില്ല കേട്ടോ. പിന്നെ ലേറ്റാവും. പിന്നെ പകൽ പുറത്ത് പോയാൽ ഭയങ്കര ക്ഷീണമായിരിക്കും. എന്നാന്നൊന്നും അറിയില്ല. നോമ്പ് നോറ്റിട്ട് പുറത്ത് പോയാൽ അങ്ങനെ ഇവിടുന്ന് നോമ്പുള്ളതുകൊണ്ട് അങ്ങനത്തെ സ്നാക്കെല്ലാം കണ്ടാലില്ലേ നമുക്ക് മൊത്തം വാങ്ങണമെന്ന് തോന്നും. അതെന്താണെന്നറിയില്ല. എന്നിട്ട് നമ്മൾ എല്ലാത്തുനിന്നും കുറച്ച് കുറച്ചായിട്ട് വാങ്ങീനെ. എപ്പോഴും വാങ്ങിയാലും നോമ്പ് തുറന്ന് എന്തെങ്കിലും ഒരു സ്നാക്ക് തിന്നാൽ തന്നെ നമ്മളെ വയറ് നിറയും. പക്ഷേങ്കിൽ നമുക്ക് ആടുന്ന് ഇങ്ങനെ വെച്ചിട്ട് കാണുമ്പോൾ ഇങ്ങനെ വിശക്കുന്ന സമയത്ത് ഇങ്ങനത്തെ എല്ലാം കാണുമ്പോൾ നമ്മളെ കൺട്രോൾ ഇല്ലാണ്ട് നമ്മൾക്ക് ഇത് വാങ്ങിയാലോ കുറേ ഫുഡ് കഴിക്കാമെന്നെല്ലാം നമുക്ക് തോന്നും. പക്ഷേ പറ്റൂല. അങ്ങനെ കുനാഫയും ഒരു പീസ് വാങ്ങിയിട്ടുണ്ടായിനെ. ഇനിയിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ ലേഡീസ് മാത്രമായിട്ടൊരു നോമ്പ് തുറ വെച്ചിട്ടുണ്ടേനെ. അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളാണ്. നമ്മളെല്ലാവരും ഓരോ സ്നാക്ക് ഉണ്ടാക്കി കൊണ്ടുപോയിട്ട് പാർക്കിൽ നിന്ന് നോമ്പ് തുറക്കാമെന്നെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടേനു. പക്ഷേ അതിന് മുന്നേ എനിക്കൊരു കാര്യങ്ങളോട് ഷെയർ ആക്കാനുണ്ട്. നിങ്ങളിതെന്തായാലും മുഴുവനായിട്ട് കണ്ടോക്കണേ. ടീച്ചറിൻ്റെ ക്ലാസ് ഭയങ്കര കംഫർട്ടാണ്. ഞാനുള്ള നിർബന്ധിക്കേണ്ട വരലില്ല ക്ലാസ്സിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. അസ്സലാമലൈക്കും. വാലൈക്കും സ്ലാം. സുഖമല്ലേ? എങ്ങനെയുണ്ട്? സുഖാണ്. മോളുടെ ക്ലാസ്സസ് ഒക്കെ ഇപ്പൊ എങ്ങനെയുണ്ട് പോകുന്നേ? ക്ലാസ്സസ് എല്ലാം ഓക്കെ ആണ്, സാറ്റിസ്ഫൈഡ് ആണ്. മോൾക്കും ഹാപ്പിയാണ്. ഓള് എന്താ പറയാ ക്ലാസ്സിൽ എപ്പോഴും കറക്റ്റ് ടൈം ജോയിൻ ചെയ്യുന്നില്ലേ. ടീച്ചറിന്റെ ക്ലാസ് ഭയങ്കര കംഫർട്ടാണ്. ഞാനുള്ള നിർബന്ധിക്കേണ്ട വരലില്ല ക്ലാസ്സിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഓൾക്ക് ക്ലാസ്സിൽ ഇൻട്രസ്റ്റ് ഉള്ള പോലെ തന്നെ മാമിൻ്റെ ക്ലാസ്സിൽ ഓൾക്ക് ഇരിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള പോലെ തന്നെ ഓൾക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. മാമിൻ്റെ ഒപ്പീനിയൻ എന്താ? ആള് അടിപൊളി. ക്ലാസ്സിലൊക്കെ നല്ല ആക്റ്റീവ് ആണ്. കറക്റ്റ് ജോയിനിങ് കാര്യങ്ങളൊക്കെ ചെയ്യും. കൊടുക്കുന്ന വർക്ക്സ് ഒക്കെ കറക്റ്റ് പക്കയായിട്ട് ചെയ്തു തരുന്നുണ്ട് ആള്. പിന്നെ ആൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ട് ആള്. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ ക്യാച്ച് ചെയ്യാൻ ഇഷ്ടമാണ്. ഇടയ്ക്ക് ഇങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ടാവേ ഇന്നുൻ്റെ ആൽബിഡോ ട്യൂഷൻ ക്ലാസ്സിലെ ടീച്ചറും ഞാനുമായിട്ട്. അവർ ഇമ്പ്രൂവ്മെൻറ്റ്സും നമ്മളെ ഫീഡ്ബാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും എല്ലാം നല്ലതല്ലേ ഇങ്ങനെ ഒരു മീറ്റിംഗ്. അപ്പോൾ ടീച്ചർക്കും ഓക്കെയാണ്, നമുക്കും ഓക്കെയാണ്. ഇൻ കേസ് നിങ്ങൾ ആൽബിഡോ ട്യൂഷൻ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ടീച്ചർ നിങ്ങൾക്ക് സെറ്റ് ആവുന്നില്ലെങ്കിൽ ടീച്ചറെ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ മതി കേട്ടോ. മെൻറ്ററോട് എൻ്റെ വ്ളോഗ് കണ്ടിട്ട് ഒരുപാട് പേര് ആൽബിഡോയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇന്നൂന് ഞാനിപ്പോൾ കൊടുക്കാൻ വിചാരിക്കുന്നത് പെൻസിൽ ഫൗണ്ടേഷൻ ആണ് കേട്ടോ. ഹിന്ദി സ്റ്റാർട്ടിങ് തൊട്ടിട്ട് ഓൾക്ക് പഠിക്കണം, അതുകൊണ്ടാണ്. പിന്നെ ഹിന്ദി ഇതുവരെ ഓൾ ഇവിടുന്ന് പഠിച്ചിട്ടില്ല. പിന്നെ പെൻസിൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ലാംഗ്വേജിലോ സബ്ജക്റ്റിലോ ബേസിക് ഒന്ന് ക്ലിയർ ആക്കണം, തറോ ആക്കണം എന്നുണ്ടെങ്കിൽ കുറഞ്ഞ ഡേയ്സിൽ തന്നെ ബേസിക്സ് എല്ലാം പഠിപ്പിച്ചുകൊണ്ട് കുട്ടികളെ എന്താ പറയുക ബെസ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കോഴ്സാണ് പെൻസിൽ ഫൗണ്ടേഷൻ. അതുകൂടാണ്ട് അക്കാഡമിക് ട്യൂഷൻസ് ഉണ്ട്. പിന്നെ A+ ക്യാമ്പസ് എന്ന് പറഞ്ഞ ഹയർ ക്ലാസ്സസിലുള്ള കുട്ടികൾക്ക് 8, 9, 10 ക്ലാസ്സിലുള്ള കുട്ടികൾക്കുള്ളൊരു സ്പെഷ്യൽ കോഴ്സാണ് A+ ക്യാമ്പസ്. A+ എയിം ചെയ്തിട്ടുള്ളൊരു കോഴ്സാണ് ഇത്. പിന്നെ ഓൺലൈൻ സ്കൂളിംഗ് ഉണ്ട്. GCC കൺട്രീസിലുള്ള കുട്ടികൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുക. കറക്റ്റ് സ്കൂൾ തന്നെ അത് ഓൺലൈനായിട്ട് ത്രൂ ഔട്ട് 1 ഇയർ ഉണ്ടാവും ആ ഒരു സ്കൂളിങ്. അപ്പോൾ ഓരോന്നിനും ഓരോരോ നിങ്ങൾക്ക് കുട്ടികൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഓരോരോ കോഴ്സസ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് എക്സ്ട്രാ അറിയണം എന്നെല്ലാം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യുക. ജോയിൻ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. ഞാൻ കോൺടാക്റ്റ് നമ്പർ ഫസ്റ്റ് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. കാരണം എന്നോട് ഡൗട്ട് ചോദിക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് അവരെ ഡയറക്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്തിട്ട് അവരോട് സംസാരിച്ചാൽ നിങ്ങളെല്ലാ ഡൗട്ടും ക്ലിയർ ആവേ. അപ്പോൾ ഇല്ലേ ഇന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മൾ പാർക്കിൽ ലേഡീസ് മാത്രമായിട്ട് നോമ്പ് തുറക്കാൻ പോകലാണെന്ന്. അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മളെ കൽമാസ് അല്ലെങ്കിൽ ചെമ്മീൻ ഉണ്ടെന്നെല്ലാം പറയുന്ന സാധനമില്ലേ, ആ സാധനം തന്നെ ഉണ്ടയിലാക്കിയാൽ ചെമ്മീനുണ്ട, നീളത്തിലാക്കിയ ചെമ്മീൻ കൽമാസ്, യുന്നക്കൈൻ്റെ ഷേപ്പിലാക്കിയാൽ. അപ്പം ഞാൻ ആക്കാൻ വേണ്ടിയിട്ട് ചെമ്മീൻ ആദ്യം സാധാരണ ഉപ്പ്, മുളക്, മഞ്ഞൾപ്പൊടി ഇത് 3 മാത്രം ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണയിലോ ഓയിലിലോ ഫ്രൈ ആക്കിയെടുക്കുക. എന്നിട്ട് ആ സെയിം ഓയിലിൽ തന്നെ ഉള്ളി ചോപ്പ് ചെയ്തതിടുക. പിന്നെ ഇഞ്ചി ചെറിയ പീസ് വേണം, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില ഇതെല്ലാം കൂടി ഇടുക. ഇനി ഇതെല്ലാം കൂടി ചോപ്പ് ചെയ്യണം. ഞാനില്ലേ ഇങ്ങനെ നാട്ടിൽ പോകുന്നു വിചാരിക്കുമ്പോൾ എനിക്ക് ഈ ചോപ്പറിനെല്ലാം മിസ് ചെയ്യും. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളുണ്ട് എൻ്റെ റൂമിൽ. അപ്പോൾ അതിനെല്ലാം ഞാൻ എന്തായാലും മിസ് ചെയ്യും.
ഞാനങ്ങനെ ചോപ്പറിൽ യൂസാക്കുമ്പോൾ വിചാരിക്കില്ലേനു ഞാൻ പോയി വരുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ ഇതെല്ലാം കേടായി പോവാ അങ്ങനെയെല്ലാം വിചാരിക്കില്ലേനു. ഇനിയില്ലേ ഇതിലേക്ക് പൗഡേഴ്സായിട്ട് കുറച്ച് ഗരം മസാല, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് ഇട്ട. ഇനിയിപ്പോൾ ഇത് നല്ലോണം ഒന്ന് വാടുന്ന വരെ അടച്ച് വെക്കുക. ഇനിയിപ്പോൾ ഈ ഉള്ളി വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ചെമ്മീനില്ലേ അതും ഞാൻ ഈ ചോപ്പറിലിട്ടിട്ട് നല്ലോണം അങ്ങ് കറക്കി ചോപ്പ് ചെയ്തെടുത്തന്നെ. ചെമ്മീൻ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ടാക്കുന്നുണ്ട് ചെയ്യാം, പക്ഷെ ഇതാകുമ്പോൾ ഒന്നുകൂടി ഈസിയായി. എന്നിട്ട് കുറച്ച് തേങ്ങ ഇട്ട്, തേങ്ങക്കൊന്നും കാര്യമായിട്ട് അളവൊന്നുമില്ല, തേങ്ങ നിർബന്ധമില്ല, പക്ഷെ തേങ്ങ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാം കൂടി മിക്സാക്കി ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഫില്ലിങ് റെഡിയായി. അപ്പം ഇത് ചെമ്മീൻ കൽമാസോ അല്ലെങ്കിൽ ഉണ്ടപ്പുട്ട് എന്ന് പറയൂലേ ചില ഏരിയയിൽ, നമ്മളെ കണ്ണൂർ ഭാഗത്ത് തന്നെ ചില ഏരിയയിൽ ഇതിന് ഉണ്ടപ്പുട്ട് എന്നെല്ലാം പറയും. അപ്പം അങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ മസാല ഉണ്ടാക്കിയാൽ നല്ല രസമായിരിക്കും. ഇനിയിപ്പോൾ ഇതിൻ്റെ അരിമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് പച്ചരി, വൈറ്റ് റൈസ് ഇല്ലേ അത് ഒരു 1-2 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് കഴുകി മിക്സിയിലിട്ടാണ്. പിന്നെ 1 കപ്പ് തേങ്ങ, പിന്നെ വേണ്ട വലിയ ജീരകം, പിന്നെ ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ സവാളയോ അതും കൂടി, ഇതെല്ലാം കൂടിയാണ് ഞാൻ അരക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇതൊന്നും ഇല്ലാണ്ട് ചെയ്യാം, പക്ഷേ അരിയിൽ ഇതെല്ലാം കൂടി ഇട്ട് അരച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റാണ്. വലിയ ജീരകം മീൻസ് ഫെനൽ സീഡ് ഞാൻ 2 ടീസ്പൂണാണ് ഇട്ടത്. പിന്നെ ഇതിൽ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടുന്നുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് ഉള്ളിയും കൂടി ഇട്ടിന്. കുഞ്ഞുള്ളി ആണെങ്കിൽ ഒരു 5-10 ഇട്ടാൽ മതി. പിന്നെ ഇനിയിപ്പോൾ ഇതിലേക്ക് പച്ചവെള്ളം, സാദാ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ആക്കിയെടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് പച്ചരി എന്തിനാണ് ഇട്ടണെന്നറിയാം. നിങ്ങൾ നോർമൽ പത്തിരിപ്പൊടി വാട്ടി കുഴച്ചുണ്ടാക്കുന്നതാണെങ്കിൽ ഈ പച്ചരി ഇടേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാനിപ്പോൾ നമ്മളെ കണ്ണൂർ സ്റ്റൈൽ ഒറോട്ടിൻ്റെ പൊടിയാണ് എടുക്കുന്നത്. അതിൽ പച്ചരി കുറച്ച് കുറവായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു ഒട്ടിപ്പിടിക്കൽ കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പച്ചരിയും കൂടി തേങ്ങ അരക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തത്. അല്ലെങ്കിൽ പച്ചരി ഇട്ടിട്ടില്ലെങ്കിലും ഇത് റെഡിയായി വരും, പക്ഷെ കുറച്ചും കൂടി ഒരു ഒട്ടൽ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ ചെയ്തത്. പച്ചരി ഇല്ലാണ്ട് ഉണ്ടാക്കുന്നവരും ഉണ്ട്. അപ്പോൾ അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ പച്ചരി സ്കിപ്പ് ചെയ്തിട്ട് തേങ്ങ, വലിയ ജീരകം, ഉള്ളി ഇതെല്ലാം കൂടി അരച്ചിട്ട് അരിയിലേക്ക് ഇട്ടിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ അരി കുഴക്കുമ്പോൾ ഇതേപോലെ കുറച്ച് ടൈറ്റിൽ കുഴക്കണേ, ഷേപ്പെല്ലാം ആക്കിയെടുക്കാൻ പറ്റുന്ന പോലെ, അല്ലെങ്കിൽ ലൂസായിട്ട് അതിൻ്റെ നമ്മൾ ആവിക്ക് വെക്കുന്ന സമയത്ത് അതിൻ്റെ ഷേപ്പെല്ലാം പോയി പോവും. എന്നിട്ടെന്നാൽ ഇത് ഇങ്ങനെ ഫില്ല് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇന്ന് 2 സ്റ്റൈലിലും ആക്കുന്നുണ്ട്. കുറച്ച് ഉണ്ടയും ആക്കീന്, കുറച്ച് കൽമാസ് പോലെ ആക്കീന്. അപ്പോൾ കൽമാസ് പോലെ ആ ഒരു ഷേപ്പിൽ ഉണ്ടാക്കുന്നത് മാത്രമേ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ ആ പണ്ട് കൽമാസിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു, റെസിപ്പി മാത്രമായിട്ട്. ആ സമയത്ത് നമ്മളെ കണ്ണൂർ സ്പെഷ്യൽ കൽമാസ് എന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം കുറേ ആൾക്കാർ കാണുകയെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ചാനൽ സ്റ്റാർട്ട് ചെയ്ത പാട് വ്ളോഗെല്ലാം ചെയ്യുന്നതിന് മുന്നേ. അങ്ങനെ അതിൽ നിന്ന് കുറച്ച് ഞാനിതാ ഈ ഒരു ഷേപ്പിലാക്കി എടുത്തത്. പകുതി പോലും തീർന്നിട്ടില്ല. ഇനിയും കുറേ 1/3 ഭാഗം മാത്രമേ ഇപ്പം ഞാൻ ആക്കിയിട്ടുള്ളൂ. ഇനി ബാക്കി റെഡിയാക്കാനുണ്ട്. ഇനിയിപ്പോൾ എന്നാ ഇത് ആവി കയറ്റി എടുക്കുക. 20 മിനിറ്റ് തൊട്ട് 25 മിനിറ്റ് വരെ വേവിച്ചാൽ കറക്റ്റ് വേവായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ 2 തട്ടിൽ വെക്കുന്നുണ്ട്. ഞാൻ മേലെ മേലെ വെക്കുന്നില്ല, കാരണം വേറെ എടുത്തേക്കെങ്കിലും കൊടുക്കാനോ അല്ലെങ്കിൽ കൊണ്ടുപോകാനോ എല്ലാം ആവുമ്പോൾ നമുക്ക് ഒന്നുപോലും പൊട്ടിപ്പോയി അതിൻ്റെ ഷേപ്പ് പോയാൽ ഭയങ്കര ടെൻഷനല്ലേ. അതുകൊണ്ട് ഞാൻ മേലേക്കൊന്നും വെക്കുന്നില്ല, അങ്ങനെ തന്നെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം അത് വേവുന്ന സമയം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചു തരാം. നമ്മൾ ഈ തട്ടുകടയിലെല്ലാം ഇങ്ങനെ മസാല പുരട്ടി വെച്ചിട്ട് വെറുതെ പൊരിക്കാണ്ട് അതിലൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് തരൂലേ, അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നറിയാം. മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് വെള്ളം, വെളിച്ചെണ്ണ, ഇതെല്ലാം കൂടി ആദ്യം ഒന്ന് വേവിക്കാം. സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടി അതിൻ്റെ മേലേക്ക് പുരട്ടിയിട്ട് അതല്ലേ ഫ്രൈ ആക്കുക. അല്ലാണ്ട് നമുക്ക് ആദ്യം ഈ മസാല ഒന്ന് വേവിച്ച് നല്ല ടേസ്റ്റാവും. ഇങ്ങനെ കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ വേവുന്ന സമയത്ത് വെളിച്ചെണ്ണയും ഒഴിക്കണം, പച്ചവെള്ളം ഒഴിക്കണേ. പച്ചവെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ മാത്രം പൊടി പെട്ടെന്ന് കരിഞ്ഞു പോവേ. അങ്ങനെ അതൊന്ന് വെന്ത് വന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു സാധനം അതിലിട്ടിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക വേണ്ടു. പിന്നെ ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ രണ്ടും 2 ടേസ്റ്റാണ്. ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ആക്കലുണ്ട്. കല്ലുമ്മക്കായ ആയാലും ഇതായാലും എല്ലാം നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് വേറൊരു പാത്രത്തിൽ ഈ മുളക് പൊടിയെല്ലാം മിക്സ് ചെയ്തിട്ട് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കാം. ഇതാകുമ്പോൾ കുറച്ച് അധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുമ്പോൾ ഇതാ കുറച്ചും കൂടി ഈസി. ഇങ്ങനെ മസാല ഓൾറെഡി ആക്കി വെച്ചാൽ അതിലൊന്ന് കോട്ട് ചെയ്തെടുക്കുകയല്ലേ വേണ്ടു. അപ്പോൾ നമ്മളെ കൽമാസ് റെഡിയായി. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ബോൾസും ഉണ്ടാക്കണം കേട്ടോ. നമ്മളെ
ചെമ്മീൻ ഉണ്ട ഉണ്ടാക്കണം. അങ്ങനെ ഞാൻ പിന്നെ പെട്ടെന്ന് പണികളെല്ലാം കഴിഞ്ഞ് നേരെ നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പോകലാന്ന്. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് ഉണ്ടാക്കിയിട്ട് ബാച്ചിലേഴ്സിന് കൊടുക്കാനും ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് ലേഡീസിന് വേണ്ടിയിട്ട് പാർക്കിലേക്ക് കൊണ്ടുപോകാനും വേണേന്. പിന്നെ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് ജ്യൂസ് എൻ്റെ റൂമിൻ്റെ നേരെ താഴെയുള്ള ഗ്രോസറിയാണ് ഇത്. അപ്പോൾ അവിടുന്ന് കുറച്ച് ജ്യൂസെല്ലാം വാങ്ങല, വെള്ളം വേണം. അങ്ങനെ നമ്മളെല്ലാം വാങ്ങി റെഡിയായിട്ട് ഇതാ നോമ്പ് തുറക്കേണ്ട ആ ഒരു ടൈമില്ലേ, നമ്മൾ പറഞ്ഞ ടൈമിലും 1 മണിക്കൂർ ലേറ്റായിട്ടാണ് നമ്മൾ റെഡിയായെന്നല്ല, എന്നെ കൂട്ടാൻ വന്നത്. ഞാൻ ഇപ്രാവശ്യം കുറച്ച് നേരത്തെ റെഡി ആയിട്ടുണ്ടായിരുന്നു. സാധാരണ എല്ലാവരുടെ പോകുമ്പോൾ ഞാൻ അധികം ലേറ്റ് ആവല്. പക്ഷേ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ എല്ലാം സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുറേ സമയം എന്നെ കൂട്ടാൻ വരുന്നേയും കാത്തു നിന്ന്. കൂട്ടാൻ വരുന്ന എൻ്റെ അമ്മായിയാണ്. നമ്മൾ ലേഡീസ് മാത്രമായതുകൊണ്ട് എല്ലാവരും കൂട്ടി അന്നേനു ലാസ്റ്റ് പിക്ക് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ നോമ്പ് തുറൻ്റെ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഇവിടെ എത്തീന്. 6 മണിയാകുമ്പോഴത്തേക്ക് എത്തീന്. 6:20 കഴിയും ബാങ്ക് കൊടുക്കാൻ. പിന്നെ നമ്മൾ വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്ത് നമുക്കൊരു റീല് ഷൂട്ട് ചെയ്യണേനു. അങ്ങനെ വീഡിയോസ് എല്ലാം എടുക്കലാണ്. എൻ്റെ ആ ഒരു റീല് ഞാൻ കുറച്ച് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടേനു. അതിൽ ഈത്തപ്പഴത്തിൻ്റെ സെൻറ്ററിൽ എന്നാന്ന് കുറച്ച് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടേനു മെസ്സേജ് അയച്ചിട്ട്. അത് ബട്ടറായിരുന്നു കേട്ടോ. ബട്ടറും അതിൻ്റെ മേലിലൊരു നട്ടും വെച്ചിട്ട് ഞാൻ എടുത്തതേനു. പിന്നെ എല്ലാവരും ഓരോ ടൈപ്പ് സ്നാക്ക് ഉണ്ടാക്കിക്കൊണ്ടാണ്. അതുകൊണ്ട് വലിയ പണിയായിട്ട് നമുക്ക് തോന്നില്ല. എല്ലാവരും ഒരു ടൈപ്പല്ലേ ഉണ്ടാക്കണ്ടു. പിന്നെ എല്ലാവരും കൂടി വരുമ്പോൾ കുറേ സ്നാക്ക് ആവുകയും ചെയ്യും. പിന്നെ ഇത് നമ്മളെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള സക്കാത്താണ്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തെടുത്ത് അങ്ങനെ. ഞാനാണെങ്കിൽ ഫ്രൂട്ട് കട്ട് ചെയ്തെടുക്കാൻ മറന്നുപോയി. ഞാൻ ഡേറ്റ്സും പിന്നെ നമ്മളെ ചെമ്മീനുണ്ടേനും എടുത്തിട്ട് പോയിട്ടുണ്ടായിന്. അങ്ങനെ എല്ലാം വെച്ചിട്ട് നല്ല രസമില്ലേ കാണാൻ. നമ്മളൊരു റെഡ് കളറ് ടവൽ വിരിച്ചുകൊണ്ട് എല്ലാം വെച്ചിട്ട് കാണാൻ നല്ല രസമുണ്ടേനു. അങ്ങനെ മാഷാ അല്ലാ നമ്മൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്ന സംഭവമായിരുന്നു നോമ്പ് തുറക്കാൻ പോകണമെന്ന്. അങ്ങനെ നമ്മൾ നോമ്പ് തുറയെല്ലാം സെറ്റായി. നമ്മൾ നല്ല ലേറ്റായി എന്ന് വിചാരിച്ചിട്ടേനു. പക്ഷേങ്കിൽ നമ്മളെല്ലാം സെർവ് ചെയ്തിട്ടും കുറച്ച് സമയം ബാങ്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടേനു. അങ്ങനെ അൽഹംദുലില്ലാ എല്ലാവരും ഒരുമിച്ചുള്ള നോമ്പ് തുറ. ഞാൻ പിന്നെയും ഇങ്ങനൊരു നോമ്പ് തുറ വ്ളോഗ് ഇടുന്നെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേങ്കിൽ ഇതെനിക്ക് ഇങ്ങനെ റീലിന് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്ത് വെച്ച കുറച്ചധികം വീഡിയോസ് എൻ്റെ ഫോണിലുള്ളതുകൊണ്ട് ഞാനങ്ങനെ വ്ളോഗിൽ ആഡ് ചെയ്ത് തന്നിട്ടേ ഉള്ളൂ. മാഷാ അല്ലാ കുട്ടികളും ആൺകുട്ടികൾ മറ്റേ അറബിക് കന്തൂറയില്ലേ അതും, പെൺകുട്ടികൾ അബായവും എല്ലാം ഇട്ടിട്ടേനു. നമ്മളങ്ങനെ പ്ലാൻ ചെയ്തത് എല്ലാവർക്കും അബായ എല്ലാം ഇടാന്ന്. പിന്നെ ഇതാ സക്കാത്ത് കൊടുക്കലും എല്ലാം ആയിട്ട് നല്ല രസമായിരുന്നു മാഷാ അല്ലാ. ഫുൾ ഫാമിലി ആയിട്ട് അങ്ങനെ അന്നത്തെ ദിവസം അങ്ങനെ പോയി. ഇനിയിപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മളെ ഈദ് ഷോപ്പിംഗ് ആണ്. ഇന്നത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ കുറേ കാര്യങ്ങൾ കാണിക്കാനുണ്ടെന്ന്. അത് 2-3 ദിവസത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ ഈദ് ഷോപ്പിംഗ് നമ്മൾ എപ്പോഴത്തെയും പോലെ തന്നെ നമ്മൾ സൊഹാറിലേക്ക് ആദ്യം വന്ന് സെൻട്രൽ പോയിൻ്റ്, മാക്സ്, R&B അങ്ങനെ സ്ഥിരമായിട്ടുള്ള കുറേ ഷോപ്പുകൾ. പക്ഷേങ്കിൽ ഇപ്രാവശ്യം നോക്കുമ്പോൾ എല്ലാവരുടെയും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ സെയിം ഈ ഹക്കോബ മെറ്റീരിയൽ, പിന്നെ കോട്ടൺ സംഭവങ്ങൾ അങ്ങനെ ഇങ്ങനെയെല്ലാം ആയിട്ട് നമുക്കെല്ലാം കഴിഞ്ഞ പ്രാവശ്യത്തെ ഈദിൻ്റെ പോലെ തന്നെ ഫീൽ ആവുന്നു. അതുകൊണ്ടില്ലേ നമുക്ക് ഏതെടുക്കണമെന്ന് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ കുട്ടികളെല്ലാം കുറച്ച് പുതിയ പുതിയ കളക്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ലേഡീസിൻ്റെയും ജെൻസിൻ്റെയും നമുക്ക് ഒരു സെയിം പാറ്റേൺ പോലെ എല്ലാം അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇല്ലേ ഇത് മാക്സിലെ ജ്വല്ലറി കളക്ഷനാണ്. അടിപൊളി ജ്വല്ലറീസ് ഉണ്ടായിരുന്നു മാക്സിൽ. ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ മാക്സിലെപ്പോഴും ഭയങ്കര രസമെല്ലാം ഉണ്ടാവലുണ്ട്. പിന്നെ ഇത് കുട്ടികളെ ഹെയർ ക്ലിപ്പാണ്. ഇത് ഞാൻ തേമൂന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കുറച്ചുകൂടി നമുക്ക് ലാഭം തേമൂല. പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട്. ചിലപ്പോൾ എടുത്ത ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. തെമ്മൂലയും നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഞാനത് ഇന്നൂനും അലുവിനും വേണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ കുറേ ഇങ്ങനത്തെ നമ്മളെ മറ്റേ ഫ്ലവറില്ലേ ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിൽ മെറ്റൽ ടൈപ്പ് ഞാൻ 2 വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇന്നൂന് വേണ്ടിയിട്ട്. പിന്നെ ഇവിടുത്തെ ജ്വല്ലറീസ് കാണുമ്പോൾ എല്ലാം വാങ്ങാൻ വേണ്ടി തോന്നും. പക്ഷെ അത്യാവശ്യം റേറ്റും ഉണ്ട്. പിന്നെ ഇവിടെ ഞാൻ ഹീൽസ് നോക്കിയാൽ എനിക്ക് ഹീൽസ് വേണം. ഞാൻ ഇപ്രാവശ്യം പെരുന്നാളിന് നമ്മളെ സൽവാർ എടുക്കാമെന്നാണ് വിചാരിച്ചിന്. അന്നേരം സൽവാറിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടില്ല. പക്ഷെ എടുക്കുമ്പോഴത്തേക്ക് വേണ്ടിയിട്ട് ഹീൽസ് നോക്കീനെ. പിന്നെ എനിക്ക് കൺഫ്യൂഷനായി, വൈറ്റാന്ന് വേണ്ടേ ബേജാന്ന് വേണ്ടേ, അങ്ങനെ എനിക്ക് കൺഫ്യൂഷനായിട്ട് ഞാൻ വാങ്ങിയിട്ടില്ല. ഡ്രസ്സ് എടുത്തിട്ട് ഷൂ വാങ്ങാമെന്ന് വിചാരിച്ചേ. പിന്നെ നമ്മൾ ഷോപ്പിങ്ങിന് പോയിന് നെസ്റ്റോ, ലൂലു,
പിന്നെ മാക്സ്, R&B അങ്ങനെ മാളിലുള്ള ഒരുവിധം എല്ലാ ഷോപ്പിലും നമ്മൾ പോയിട്ടുണ്ടായിന്. കാരണം നമുക്ക് 4 ആൾക്കും എടുക്കണം. 4 ആൾക്കും 2 ഡ്രസ്സ് വെച്ചിട്ട് വേണം. കാരണം നമ്മൾക്ക് പെരുന്നാളിൻ്റെ അന്നും പിറ്റേന്നും നമ്മൾ പുറത്ത് പോകുന്നതുകൊണ്ട് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോവല്ലേ പൊതുവേ ഉണ്ടാവല്. അതുകൊണ്ട് പിന്നെ നമുക്കല്ലാണ്ട് ഞാൻ വാങ്ങിയൊരു സാധനമാണ് ഇന്നുവിൻ്റെയും ആലുവിൻ്റെയും ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് ബാഗ്. ടീച്ചേഴ്സിന് എന്തെങ്കിലും നമ്മൾ നാട്ടിൽ പോകുന്നതുകൊണ്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ടീച്ചേഴ്സ് ഡേൻ്റെ അന്നെല്ലാം കൊടുക്കലുണ്ട്. പക്ഷെ നാട്ടിൽ പോകുന്നതുകൊണ്ട് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്നാ വാങ്ങണ്ടേന്ന് കുറച്ച് കൺഫ്യൂഷനായിന്. പിന്നെ ടീച്ചേഴ്സിന് ഏറ്റവും ഉപകാരം ഉണ്ടാവുക ബാഗല്ലേ. ബാഗാണെങ്കിൽ എങ്ങനത്തെയാണ് വാങ്ങണ്ടേന്ന് നമുക്കെല്ലാണെങ്കിൽ ചെറുത് മതി. പക്ഷേ ടീച്ചേഴ്സിന് യൂസ് ചെയ്യാൻ കുറച്ചുകൂടി വലിയ സൈസ് ടോട്ട് ബാഗ് പോലത്തെ ടൈപ്പ് അങ്ങനത്തെയല്ലേ അവർക്ക് യൂസ്ഫുൾ ആവുക. ഇവിടെ ഈ എന്താ പറയുക ടോട്ട് ബാഗിൻ്റെ ടൈപ്പ് കുറേ ഉണ്ട്. ഞാൻ ഇതുവരെ ടോട്ട് ബാഗ് യൂസ് ചെയ്തിട്ടും ഇല്ല. അതുകൊണ്ട് എനിക്ക് ഏതാ എടുക്കണ്ടേന്ന് ഒന്നും തിരിയുന്നില്ലേനു. കുറേ കളക്ഷനുണ്ട്. നമുക്ക് ഈ കുറേ ടൈപ്പ് കണ്ടാൽ പിന്നെ ഫുള്ള് കൺഫ്യൂഷൻ ആവില്ലേ. അങ്ങനെ ഇതാണ് ഞാൻ വാങ്ങിയേട്ടാ. ഞാൻ ആദ്യമേ ഇതിലൊരു കണ്ണ് വെച്ചിനേനു. ഇതിൻ്റെ ഒരു നല്ല ഷേപ്പല്ലേ. അങ്ങനെ അത് 2 കളേഴ്സ് ഓൾമോസ്റ്റ് സെയിം കളേഴ്സ് എടുത്ത് അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോലെ ഇത് നെസ്റ്റോ ആണെന്ന് തോന്നുന്നത് ഞാൻ വാങ്ങിയ. അങ്ങനെ നമ്മളെ ഏകദേശം കഴിഞ്ഞിന്. പക്ഷെങ്കിൽ എനിക്ക് മാത്രം എടുത്തിട്ടില്ല കേട്ടോ. എൻ്റെ അടുത്ത് ഞാൻ ലാസ്റ്റ് എടുത്തിട്ടുണ്ടായിനെ. അതിൻ്റെ ഇടയിൽ ഞാൻ എല്ലായിടും പോകുമ്പോൾ ഇങ്ങനെ ഷൂവും എല്ലാം നോക്കുന്നുണ്ടേനു. പക്ഷെ ഒന്നും വാങ്ങിയിട്ടില്ല. പിന്നെ ഇല്ലേ എന്നിട്ട് എനിക്കില്ലേ ഞാൻ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ള ഇങ്ങനെ അറബിക് ഡ്രസ്സ് സെയിൽ ചെയ്യുന്ന ഷോപ്പ് ഉണ്ടാവില്ലേ ആടുന്ന് എനിക്ക് എടുത്തത്. അതല്ലാണ്ട് ലുലു എന്നൊരു സൽവാറും എടുത്തിട്ടുണ്ടായിന്. ഞാൻ വാങ്ങിയ സാധനങ്ങളെല്ലാം ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇല്ലേ ഇത് അറബിക് ഡ്രസ്സസ് വിൽക്കുന്ന ഷോപ്പാണ്. ഈടെ പല ടൈപ്പിലുള്ള ഉണ്ടാവും. ഹെവി ആയിട്ട് എന്താ പറയുക ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള സംഭവങ്ങളിലല്ലേ അങ്ങനത്തെ എല്ലാം ഉണ്ടാവും. പിന്നെ അങ്ങനത്തെ ഷോപ്പ് വേറെയും ഉണ്ട് ഭയങ്കര ഹെവി വർക്കുള്ള. പക്ഷേ ആടെയും നമ്മൾ പോയിട്ട് കാര്യമില്ല. കാരണം ഭയങ്കരമായ റേറ്റും ആയിരിക്കും. പിന്നെ നമുക്ക് ഇടേണ്ട പോലത്തെ ആയിരിക്കില്ല. ഭയങ്കര മൊത്തം കണ്ണടിച്ച് പോകുന്ന പോലത്തെ ടൈപ്പായിരിക്കുമേ. അങ്ങനെ ഇതിപ്പോൾ ഒരു മീഡിയം ലെവൽ ഡ്രസ്സസ് എല്ലാം കിട്ടുന്ന ഒരു ഷോപ്പാണ്. അങ്ങനെ അവിടെ ഞാൻ വന്നിന്. അങ്ങനെ ഞാൻ കുറേ ഡ്രസ്സെല്ലാം നോക്കി. ഒരു ഡ്രസ്സ് ഞാൻ സെലക്ട് ചെയ്തിന്. ഇവിടെ കുട്ടികൾക്കെല്ലാം പറ്റിയ നല്ല നല്ല ഡ്രസ്സസ് എല്ലാം ഉണ്ട്. പാർട്ടി വെയർ ഐറ്റംസ് എല്ലാം ഉണ്ട്. ഞാൻ അതെല്ലാം ഇങ്ങനെ വെറുതെ നോക്കലേനു. പിന്നെ ഇവർക്കൊന്നും ഇടുന്നത് എടുത്തിട്ട് കാര്യമില്ല. പിന്നെ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ 2-3 ദിവസമായിട്ട് ഷോപ്പ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇപ്പം 2 പെൺകുട്ടികളുള്ളതുകൊണ്ട് പെൺകുട്ടികളുള്ള ഉമ്മമാർക്ക് മനസ്സിലാവും. നമുക്ക് ഓരോ സാധനങ്ങൾ ചിലയിടത്തുനിന്ന് കിട്ടില്ല. ചിലപ്പോൾ ഒരു ഹെയർ ക്ലിപ്പായിരിക്കും, ചിലപ്പോൾ ഷൂ, പിന്നെ എന്താ പറയുക വള, അങ്ങനെ മാല, അങ്ങനെ ഓരോ സാധനങ്ങൾ നമുക്ക് ഓരോ ഷോപ്പിൽ നിന്ന് വാങ്ങേണ്ടി വരും. ഇതെല്ലാം ആണെങ്കിൽ നമുക്ക് മാച്ചിങ് ആയിട്ടുള്ള കിട്ടിയിട്ടില്ല ഒരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെയല്ലാന്ന് അവസ്ഥ ഉണ്ടാവുക പെരുന്നാളിൻ്റെ എല്ലാം. പിന്നെ ആലു ആണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഫിംഗറിൽ ഇങ്ങനെ കൗണ്ട് ചെയ്യുന്നത് എന്താണെന്നറിയാം. ഇനി പെരുന്നാളിന് എത്ര ഡേയ്സ് ഉണ്ട് എന്നാണ് ഓള് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാവരും ഒരുമിച്ച് പോവും, ഒരുമിച്ച് ഗ്യാദർ ചെയ്യും. അന്നേരം കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലേ. കുട്ടികൾക്കല്ല എല്ലാവർക്കും പെരുന്നാൾ എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് തന്നെയല്ലേ. അങ്ങനെ ഇതിപ്പോൾ ലാസ്റ്റ് ഇന്നുവിന് ഷൂ വാങ്ങാനാണ് ഞാനീ നോക്കുന്നത്. ലാസ്റ്റ് എനിക്ക് എന്തെല്ലോ ആയിനേനു. ഇവർക്ക് 2 ആൾക്കും ഷൂ വാങ്ങണം, ഡ്രസ്സ് ഓക്കെ ആയിന്. പക്ഷേങ്കിൽ ഡ്രസ്സിന് ഇന്നർ കിട്ടിയിട്ടില്ല. ഇന്നുവിനും ആലുവിനും ഒരു ഡ്രസ്സുണ്ട് ഇന്നർ യൂസ് ചെയ്യേണ്ട. അതിന് 2നും കിട്ടിയിട്ടില്ല. അങ്ങനെ ആകെ ടെൻഷനായിരുന്നു എനിക്ക്. പിന്നെ എനിക്കാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ പുറത്ത് പോകാൻ ഒന്നാമത് ഇഷ്ടമില്ല, സമയം ഉണ്ടാവില്ല. ഈ ഷോപ്പിങ്ങിന് പോകാൻ ഇങ്ങനെ ഡ്രസ്സെല്ലാം തപ്പിപ്പിടിച്ചെടുക്കാൻ എനിക്കിപ്പോൾ എന്തോ വലിയ ഇഷ്ടമില്ല. അതുകൊണ്ട് എല്ലാ ദിവസവും രാത്രിക്ക് ഇങ്ങനെ പുറത്ത് പോകാൻ എനിക്കൊന്നാമത് സമയം ഉണ്ടാവില്ല. എന്തെങ്കിലും എല്ലാം പണി ഉണ്ടാവും. പുറത്ത് പോയാലാണെങ്കിൽ പിന്നെ അന്നത്തെ ദിവസമേ പോയി ഫുള്ള് ടൈം പോക്കായിരിക്കും. അങ്ങനെ ആയിട്ട് ലാസ്റ്റ് ഞാൻ എൻ്റെ മൊത്തം കഴിഞ്ഞിട്ടാ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോഴത്തേക്ക് ഇന്നറെല്ലാം കിട്ടി. ഞാൻ ഇന്നറിന് വേണ്ടി കുറേ ഷോപ്പിൽ പോയിനേന്. ലാസ്റ്റ് അതെല്ലാം കിട്ടി. പിന്നെ അങ്ങനെ പിന്നെന്താ പിന്നെ ഒരു ഷോപ്പിൽ പോയ സമയത്ത് ഡേ ടു ഡേയിൽ പോയ സമയത്ത് കുറേ നെയിൽസ് കണ്ട്. ഞാൻ നെയിൽസ് ഇങ്ങനെ എപ്പോഴും വാങ്ങണം എന്ന് വിചാരിക്കുവേ. അങ്ങനെ നെയിൽസ് ആലുവിനും അനക്കും എല്ലാം ഞാൻ വാങ്ങിയിട്ടുണ്ട്. അത് സ്റ്റിക്ക് ചെയ്താൽ സെറ്റാവോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. എന്നാലും എൻ്റെ കൈക്ക് അത് സ്യൂട്ടാവോ ഒന്നും അറിയില്ല. ഞാൻ കുറച്ചെണ്ണം വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ മൊത്തത്തിൽ ഞാൻ വാങ്ങിയ സാധനങ്ങളെല്ലാം കാണിക്കാം.
ആദ്യം ഞാൻ എൻ്റെ ലാസ്റ്റ് വ്ളോഗിൻ്റെ തൊട്ട് മുന്നത്തെ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടില്ലേനാ പെർഫ്യൂം വാങ്ങുന്ന കാണിച്ചരും ഇതിൻ്റെ റിവ്യൂ ചെയ്യാമെന്ന്. അത് ഞാൻ റിവ്യൂ ചെയ്യണോ എന്ന് ചോദിച്ചിട്ട് കുറച്ച് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു റിവ്യൂ ചെയ്യണമെന്ന്. ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം ഈ ഒരു പെർഫ്യൂമില്ലേ ഞാൻ കുറേ ആയിട്ട് വാങ്ങണം എന്ന് വിചാരിച്ചേനെ. കുറേ ആയിട്ട് എന്ന് പറഞ്ഞാൽ 2-3 മാസങ്ങളായിട്ട്. അങ്ങനെ ഞാൻ കുറേ വീഡിയോയിൽ ഭയങ്കര അടിപൊളി റിവ്യൂ കണ്ടിട്ടേനു ഞാനിത് വാങ്ങിയ നോക്കുമ്പോൾ അങ്ങനെ തന്നെ ആ വീഡിയോയിലെല്ലാം പറഞ്ഞ പോലെ തന്നെ ഭയങ്കര അടിപൊളിയാണ്. ഇതില്ലേ ഇതിൻ്റെ പേര് യം യം ബൈ അർമാഫ്. അർമാഫ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ യം യം എന്ന് പറഞ്ഞ പെർഫ്യൂമാണ്. ഭയങ്കര അടിപൊളിയാണ്. ഇത് ലേഡീസിൻ്റെ മാത്രം. ഇത് ജെൻസിന് യൂസാക്കിയാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ പക്ക ലേഡീസിന് വേണ്ടിയിട്ടുള്ളൊരു പെർഫ്യൂമാണ്. ഇതിൻ്റെ പാക്കിങ് അടിപൊളിയാണ്. ഞാനിത് ഓൾറെഡി ഞാൻ ഓപ്പൺ ആക്കി നോക്കീന്. ഇതിൻ്റെ പാക്കിങ് കണ്ടേ, ഭയങ്കര അടിപൊളിയല്ലേ. ശരിക്കൊരു മിൽക്ക് ഷേക്കിൻ്റെ പോലത്തെ ബോട്ടിലാണ്. നല്ല രസമില്ല കാണാൻ. ഇത് ശരിക്കും സമ്മർ പെർഫ്യൂമാണ്. ഇതിൻ്റെ ഫ്രേഗ്രൻസ് എങ്ങനെയാണെന്നറിയാം. കണ്ണിൽ പോയി. ഇതിൻ്റെ ഫ്രേഗ്രൻസ് ശരിക്കും ഒരു സ്ട്രോബെറി, ചെറി, മിൽക്ക് ഷേക്ക്, വാനില, അങ്ങനെ മൊത്തത്തിൽ ഭയങ്കര അടിപൊളി ഒരു പെർഫ്യൂമാണ് ഇത്. നിങ്ങൾ ആരെങ്കിലും ഇത് ഇതുവരെ യൂസ് ആക്കിയിട്ടില്ലെങ്കിൽ ഇത് വാങ്ങിക്കോ. എവിടെയെങ്കിലും കണ്ടാൽ വാങ്ങിക്കോ, അല്ലെങ്കിൽ ഓൺലൈനിലുണ്ട്. ട്രെൻഡുകളുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ, ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുക്കട്ടെ. ഞാനിത് ഓൺലൈനിൽ ഞാനിതൊരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. ഇതിൻ്റെ ഭയങ്കര നല്ല പാക്കിംഗ് അല്ലേ. അർമാഫിൻ്റെ തന്നെ കുറേ ഇങ്ങനത്തെ പാക്കിങ്ങുകളുണ്ട്. വേറൊന്നും ഞാൻ യൂസ് ആക്കി നോക്കിയിട്ടില്ല. ഈ യമ്മിന് നല്ല റിവ്യൂ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാനത് വാങ്ങി നോക്കിയതാണ്. പിന്നെ നെക്സ്റ്റ് ഇതൊന്നും ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല. ഇത് അഹമ്മദ് അൽ മൈരിബിൻ്റെ 2025 എന്ന് പറഞ്ഞ ഒരു പെർഫ്യൂമാണ്. പക്ഷേ ഇത് യൂണിസെക്സ് ആണ് കേട്ടോ. ജെൻസിനും ലേഡീസിനും യൂസ് ചെയ്യാം. അഹമ്മദ് അൽ മൈരിബി പക്ഷെങ്കിൽ എല്ലാവരും യൂസ് ചെയ്യുന്നതല്ലേ. ഞാൻ ഇത് പ്രത്യേകം പറയാൻ കാരണം ഇത് എനിക്ക് അറിയില്ല എല്ലാവരും വാങ്ങിയിട്ടുണ്ടോയെന്നൊന്നും, പക്ഷെ അതെന്തായാലും ഒന്ന് വാങ്ങി നോക്കേണ്ട ഫ്രേഗ്രൻസ് ആണ്. ഇതിന് എത്ര ദിറംസേനും ഷി? ഇതിന് 150 ദിറംസിൻ്റെ ഉള്ളിലാണ്. ഒമാനിലെ 15 റിയാലിൻ്റെ ഉള്ളിൽ, അതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. കറക്റ്റ് ഓർമ്മയില്ല. പിന്നെ ഇതിൻ്റെ റേറ്റ് എത്രയായിരുന്നു? ഇതിന് 300 ദിറംസ്. 30 റിയാൽ എന്ന് പറയുമ്പോൾ ഏകദേശം 300 ദിറംസാണ്. നാട്ടിലെ എമൗണ്ട് കുറച്ച് അധികമായി അല്ലേ? 10,000 ഇല്ല, ഒരു 10,000-ൻ്റെ ഉള്ളിൽ. ഇത് യൂണിസെക്സ് ആണ്. ഇതെനിക്കും ഇക്കാക്കും കൂടി വാങ്ങിയതാണ്. നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയില്ല. യൂസ് ചെയ്ത് തുടങ്ങിയാൽ അപ്പോഴും തീർന്നു പോകും. അവിടെ നമ്മൾ ഓപ്പൺ ചെയ്യാണ്ട് വെച്ചതാ. ഇത് ഭയങ്കര ഇൻറ്റൻസ് ആണ്. ഭയങ്കര അടിപൊളിയാണ്. നമ്മൾ സാധാരണ അഹമ്മദ് അൽ മൈരിബിയിൽ വാങ്ങുന്ന മർജ്, പിന്നെ ഊദ് റോസ്, അതൊന്നും അല്ലാണ്ട് ഒരു ഭയങ്കര ഒന്നും കൂടി, ഊദ് റോസെല്ലാം കുറച്ച് മൈൽഡായിട്ടുള്ള ഫ്രേഗ്രൻസ് അല്ലേ. ഇത് കുറച്ചും കൂടി ഇൻറ്റൻസ് ആട്ടാ. ഇത് പിന്നെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലേ. ഇത് ഭയങ്കര ഫേമസ്, അഹമ്മദ് അൽ മൈരിബിൻ്റെ തന്നെ കുറച്ചും കൂടി ഭയങ്കര ഫേമസ് ആയിട്ടുള്ള, ഊദ് റോസ് എല്ലാം പോലെ തന്നെ, മർജെല്ലാം പോലെ തന്നെ ഫേമസ് ആയിട്ടില്ല റോസ് നോയർ. ഞാൻ നല്ല ഈസ്തറ്റിക് ആയിട്ട് ഓപ്പൺ ചെയ്യാൻ നോക്കില്ല, വീണുപോയി. ഓക്കെ, ഒന്നും കൂടെ തുറന്നു വരുന്നില്ല. ഓക്കെ, നല്ല രസമില്ല കാണാൻ. ഇതിൻ്റെ തന്നെ പിങ്കും ഉണ്ട്. ഇതിൻ്റെ പിങ്കിൻ്റെ വരെ പുതിയ ഈ വർഷം ലോഞ്ച് ചെയ്ത വേറൊരു ഐറ്റം ഉണ്ട്. ഭയങ്കര അടിപൊളിയാണ്. ഇതേമി പരസ്യമൊന്നും അല്ല. ഞാൻ UAE പോയ സമയത്ത് നമ്മൾ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് യൂസ് ചെയ്യുന്ന 2-3 പെർഫ്യൂം ഉണ്ട്. അത് ഞാൻ എടുത്തിട്ട് വരാം. സ്റ്റാർട്ട് ചെയ്തിനാ? ഓക്കെ, നമ്മളിത് ഓപ്പൺ ചെയ്തിട്ടില്ല. ഇത് ഇത് നമ്മൾ 5-6 മാസമായല്ലേ, 5-8 മാസമായി വാങ്ങിയിട്ട്. ഇതൊരു ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെല്ലാം സെയിം അഹമ്മദ് അൽ മൈരിബി ബ്രാൻഡിൻ്റെ തന്നെയാണ്. ഇത് കൗക്കബ് എന്ന് പറഞ്ഞൊരു
പെർഫ്യൂമാണ്. ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. നമ്മൾ കുറേ ആയില്ലേ ഈ ഒരു സെയിം യൂസ് ആക്കുന്നത്. ഇത് ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഇത് ഇതിൻ്റെ ഊത് പേൾന്നോ അങ്ങനെ എങ്ങനെയുണ്ട്, ഇതിൻ്റെ പേര് മാഞ്ഞുപോയി. ഈ 2025 അത്രയും റോസ് നോയറിൻ്റെ അത്രയും ഇത് വരില്ല, ഇതിൻ്റെ അത്രയും വരില്ല. ഇതിൻ്റെ എല്ലാം ബാക്കിൽ ഇത് വരുവേ. പിന്നെ ഇത് രണ്ടും എല്ലാം നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ടൈപ്പാണ്. ചെറി എന്ന് പറഞ്ഞ ഒരു പെർഫ്യൂമാണ് ഇത്. പിന്നെ ഇത് അഹമ്മദ് അൽ മൈരിബി അനബ്. ഇതിൻ്റെ ഏകദേശം നമ്മളെ മർജിൻ്റെ പോലത്തെ ബോട്ടിലല്ലേ ഇത്. അപ്പോൾ ഇത് അനബ് എന്ന് പറഞ്ഞൊരു പെർഫ്യൂം. ഇത് വാങ്ങിയിട്ട് കുറേ നമ്മൾ യൂസ് ആക്കിയിട്ടില്ല. പിന്നെ ഈലും പെർഫ്യൂമാണ്. പക്ഷേ ഇതും കൂടി ഞാൻ പറഞ്ഞ പിന്നെ വീഡിയോ കുറേ ലെങ്ത് ആയി പോവും. ഇത് നമ്മൾ മിക്സ് ചെയ്തിട്ട് വാങ്ങിയാണ്. ഒന്ന് മാത്രം ഓപ്പൺ ചെയ്യണം. അയ്യോ, സാറ പെർഫ്യൂംസ്. ഇത് ആ മിക്സിങ് പെർഫ്യൂം മിക്സിങ് ഷോപ്പിൻ്റെ തന്നെ ഓൺ. ഇത് വേറെ ഏതോ ഒരു പെർഫ്യൂമിൻ്റെ മിക്സ് ചെയ്ത് തന്നതാവും, ഞാൻ മറന്നുപോയി. ഫ്രൂട്ട് ഫ്രാഗ്രൻസ് അതിന് ആടുന്ന് നോക്കി ഇഷ്ടപ്പെട്ട് വാങ്ങിയതാ. പിന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ വീഡിയോ കുറേ ലെങ്ത് ആവും. ഞാൻ കുറേ പ്രാവശ്യം ഇട്ട് നോക്കി. ഞാൻ ഇപ്രാവശ്യത്തെ ഈദിനെ വിചാരിച്ചിന് നമ്മൾ എല്ലാ ഈദിനും മറ്റേ ഈ ഡ്രസ്സല്ലേ വാങ്ങാം. നമുക്ക് ഈടാ കൂടുതലും കിട്ടുക ഒമാനല്ലേ, UAE-യിലും അല്ലെങ്കിൽ സൗദിയിലെല്ലാം കുറേ കിട്ടുമായിരിക്കും. ഞാൻ കുറേ ഷോപ്പിൻ്റെ ആടെല്ലാം കാണലുണ്ട്. പിന്നെ ഒമാനിലാണെങ്കിൽ മസ്കറ്റിൽ മാത്രം കിട്ടും. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഇന്ത്യൻ വെയർ അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിലെ എത്തനിക് വെയർസ് ഒന്നും കൂടുതൽ കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് അധികം എടുക്കലും ഇല്ല. പക്ഷേ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചിന് സൽവാർ അല്ലെങ്കിൽ ചുരിദാർ അല്ലെങ്കിൽ അനാർക്കലി ടൈപ്പ് അങ്ങനെ എന്തെങ്കിലും ഒരു നമ്മൾ ഇന്ത്യയിലെ എത്തനിക് വെയർ എടുക്കാമെന്ന് വിചാരിച്ചിന്. അങ്ങനെ ഞാൻ ലുലുവിലുണ്ടാവും. പക്ഷെ കുറേ കളക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല, അത്യാവശ്യം ഉണ്ടാവും. ഞാൻ ട്രയൽ ചെയ്ത് നോക്കിയിട്ട് മൊത്തം ഇങ്ങനെ കിട്ടതാണ്. ഇത് ഞാൻ ലുലുന്ന് വാങ്ങിയതാണ്. ഞാൻ ആടുന്ന് ട്രയൽ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടിന്. നമ്മൾ കുറേ വീഡിയോസിൽ കാണുമല്ലേ ട്രയൽ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടിന്. പക്ഷേ ഇവിടെ വന്നിട്ട് നോക്കുമ്പോൾ നമുക്ക് എന്തോ ഇതിൻ്റെ കളർ എന്തോ നമുക്ക് മാച്ച് ആവാത്ത പോലെ. നമുക്ക് കുറച്ചും കൂടി ബ്രൈറ്റുള്ള കുറച്ചുകൂടി കളർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു റെഡാ അല്ലെങ്കിൽ ഒരു അങ്ങനെ എന്തെങ്കിലും ഒരു കളറ് വേണമെന്ന് എനിക്കൊരു തോന്നൽ. എന്നിട്ട് നോക്കുമ്പോൾ രസമുണ്ട് സംഭവം. നമുക്ക് ഇതിൻ്റെ സ്ലീവെല്ലാം നല്ല ഇഷ്ടമായിന്. ഇങ്ങനെ ഇട കട്ടിങ് വന്നിട്ട് ഒരു പ്ലീറ്റ്സ് എല്ലാം വരുന്നുണ്ട. പക്ഷെ എനിക്ക് എന്തോ ഒരു പോലെ. എന്നിട്ട് ഞാൻ വിചാരിച്ച് ഒന്നുകിൽ ഞാനിതിടും അല്ലെങ്കിൽ റിട്ടേൺ ആക്കും. അങ്ങനെ ഇതിൻ്റെ ഷോള് കാണിച്ചു തരാം. കണ്ട നല്ല രസമുള്ള, കുറേ വർക്കൊന്നും ഇല്ല എന്നാൽ അത്യാവശ്യം വർക്കെല്ലാം നല്ല രസമുള്ളൊരു ഡ്രസ്സാണ്. നല്ല രസമുള്ളൊരു സംഭവം. എന്നാ നമുക്ക് ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. നമുക്ക് ആ ഷോപ്പിൽ നിന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷെ നല്ല കളറാണ്, ഭയങ്കര സ്റ്റാൻഡേർഡ് കളറാണ്. പക്ഷെങ്കിൽ കളർഫുള്ളല്ല. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിന്, പക്ഷെ ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ. അതുകൊണ്ട് ഞാനില്ലേ വേറൊന്ന് വാങ്ങി. അത് ഞാൻ കാണിച്ചു തരാം, ഒരു മിനിറ്റ്. ഞാൻ കുറച്ചും കൂടി കളേഴ്സുള്ള ഒരു സംഭവം വാങ്ങിയേ. അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ഷോപ്പിൽ പോയിട്ട് ഡ്രസ്സ് വാങ്ങലേ ഇല്ല. കാരണം എനിക്കിങ്ങനെ പ്രൊമോഷന് വേണ്ടി വരുന്നതും ട്രെൻഡുകളുടെ ആഡ് ചെയ്യാൻ വേണ്ടി വരുന്നത് പിന്നെ കൊളാബ്സ് വരുന്നത് അങ്ങനെയല്ലേ ഡ്രസ്സ് വാങ്ങലുള്ളൂ. അങ്ങനെയല്ലേ ഡ്രസ്സ് ഞാൻ അങ്ങനത്തെ ഡ്രസ്സെല്ലാന്ന് യൂസ് ആക്കൽ. ഞാനിപ്പം ഇട്ടതും എല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷെ പെരുന്നാളിന് മാത്രമാണ് ഞാൻ ഷോപ്പിൽ പോയിട്ട് ഡ്രസ്സ് എടുക്കാം. 2 പെരുന്നാളിന് ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. ഇത് ഈ കളറ് കുറച്ചും കൂടി ജിൽ കളറല്ലേ. ഇതാണെങ്കിൽ ഭയങ്കര ജിൽജിലാണ്. ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ സ്ലീവ് നോക്കിയേ, മറ്റേ ഇങ്ങനത്തെ വർക്ക് വരുന്നത്. ഇത് ഞാൻ നാട്ടിൽ ഏതെല്ലോ ഇൻസ്റ്റാ പേജിലെല്ലാം ഇങ്ങനത്തെ ഒരു സംഭവം ഇപ്പോൾ കണ്ടാണ്. നല്ല രസമില്ല കാണാൻ. ഇതിൻ്റെ സ്ലീവാണ്, ഭയങ്കര ഹെവി സ്ലീവാണ്. പിന്നെ ഇത് ശരിക്കും 2 പീസാണ്. ഇത് ശരിക്കും അറബിക് ഡ്രസ്സാണ്. ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പിൽ നിന്ന് എടുത്തയുടെ ബുറൈമിലുള്ള. ഇത് 2 പീസായിട്ട് വരുന്നത്. ഒന്ന് ഇതിങ്ങനെ ഓവർ കോട്ട് വരും, സ്ലീവ് വിത്ത് സ്ലീവ്. പിന്നെ ഉള്ളിലിടാൻ
സ്ലീവ് ഇല്ലാത്ത ഒരു ഡ്രസ്സ് വരും. ഇങ്ങനെ സ്ലീവ്ലെസ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് വരും. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ വർക്ക് ഉണ്ട്, അത് കാണും. ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഓവർ കോട്ടായിട്ടല്ലേ വരിക. അപ്പോൾ ഇതിങ്ങനെ, പിന്നെ ഇതിലിങ്ങനെ കെട്ടാനുള്ള സംഭവമുണ്ട്. ഇത് ഉള്ളിലിട്ടിട്ട് ബാക്കിൽ പിടിച്ച് കെട്ടുക, എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഈ കോട്ടിടുക. നല്ല രസമുണ്ട്. ഭയങ്കര ഹെവി വർക്കും അല്ല, പക്ഷെ നല്ല രസമില്ലേ ഈ ഒരു വർക്ക് കാണാൻ, അടിപൊളിയായിന്. പിന്നെ ഞാനൊരു 2 മാസം മുന്നേ ട്രെൻഡ്യോളിൽ നിന്ന് ഓർഡർ ചെയ്ത ഒരു ഡ്രസ്സേനു ഇത്. ട്രെൻഡ്യോളിൽ നിന്ന് ഇതിൻ്റെ ഇതെല്ലാം ഊരി വെച്ചിന്. ഇത് കോർസെറ്റാണ്. ഞാനെല്ലാലും ഇത് കോർസെറ്റാണ് സംഭവം. ഈ കോർസെറ്റ് കുറേ കാലമായിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ കണ്ട് വെക്കൂല, കണ്ടിട്ട് നമുക്ക് വാങ്ങണമെന്നുണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു സംഭവമാണ്. പിന്നെ ഇത് ഞാനിങ്ങനെ പിൻട്രസ്റ്റിലെല്ലാം നോക്കുന്ന സമയത്ത്, ഞാൻ നോക്കുന്ന ആ ടൈപ്പ് ആയതുകൊണ്ടായിരിക്കും നമുക്ക് കുറേ കോർസെറ്റിൻ്റെ കുറേ ഫോട്ടോസ് ഇങ്ങനെ വരുവേനെ. ഞാൻ ഇതൊന്നിലിട്ടിട്ട് പക്ഷെ ഒന്ന് കട്ടാക്കറ. ഇതാണ് നല്ല പ്രിൻ്റല്ലേ ഇതിൻ്റെ, നല്ലൊരു വിൻറ്റേജ് സ്റ്റൈൽ പ്രിൻ്റാണ്. കോർസെറ്റിൽ കൂടുതലും ഇങ്ങനത്തെ പ്രിൻ്റ് തന്നെയാണ് കാണൽ. ഞാൻ കുറേ ആയി വിചാരിക്കുന്നതിന് ഒരു കോർസെറ്റ് വാങ്ങിയിട്ടൊന്ന് സ്റ്റൈൽ ചെയ്ത് നോക്കണമെന്ന്. ഇത് നമുക്ക് ഒന്നുകിൽ ഫുൾ ഡ്രസ്സില്ലേ, ഫുൾ മാക്സി ഡ്രസ്സിൻ്റെ കൂടെ പെയർ ചെയ്യാം. പിന്നെ ഇത് പെയർ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം മാക്സി ഡ്രസ്സ് ആണെങ്കിൽ സ്ലീവില്ലേ, കുറച്ചുകൂടെ പഫ് സ്ലീവ് വരുന്നത്. പിന്നെ ഈ കൈൻ്റെ ഇവിടെയും ഇങ്ങനെ ഒരു എലാസ്റ്റിക് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പഫ് പോലെ വരില്ലേ, അങ്ങനത്തെ സ്റ്റൈല് സ്ലീവെല്ലാം ഉള്ള മാക്സി ഡ്രസ്സ് അല്ലെങ്കിൽ ഫുൾ ഡ്രസ്സ് ആണെങ്കിൽ ഇത് പെയർ ചെയ്യാം. പിന്നെ അതല്ലെങ്കിൽ നമുക്കിപ്പോൾ സ്കേർട്ടും വൈറ്റ് ടോപ്പും വിത്ത് കോളറുള്ള വൈറ്റ് ടോപ്പ് ഉണ്ടാവില്ലേ, കുറച്ച് പഫ് സ്ലീവ് ആയിരിക്കണം, സ്ലീവ് കുറച്ചുകൂടി പഫ് ആയിരിക്കണം. അതെല്ലാം നമുക്ക് കോർസെറ്റ് സ്റ്റൈൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഞാനില്ലേ ഒരു ബ്രൗൺ, ഒരു ചോക്ലേറ്റ് ബ്രൗൺ കളറ് സ്കേർട്ടാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊരു വൈറ്റ് കളറ് ഷർട്ട് ഇടും. അങ്ങനെ ഷർട്ട് ഇടുമ്പം പിന്നെ ലേസ് ടച്ച് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല. ഇപ്പോൾ ഷർട്ടിൻ്റെ കോളറിൻ്റെ മേലെയല്ല, അല്ലെങ്കിൽ കൈമലെങ്ങാനും ലേസ് എല്ലാം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു വിൻറ്റേജ് ലുക്ക് കിട്ടുക. അപ്പോൾ ഞാനിത് സ്റ്റൈൽ ചെയ്തിട്ട് ഇൻഷാ അല്ലാ പെരുന്നാളിൻ്റെ വീഡിയോയിലെങ്ങാനും ഞാനിത് കാണിക്കാം കേട്ടോ, എങ്ങനെ സ്റ്റൈൽ ചെയ്യാൻ പോകുന്നതെന്ന്. കോർസെറ്റിൻ്റെ ലിങ്ക് ഞാൻ ഇൻഷാ അല്ലാ ട്രെൻഡ്യോൾ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ വാങ്ങിക്കോ. ഈ സ്കേർട്ടും ട്രെൻഡ്യോൾ തന്നെയാണ്, നല്ല സ്കേർട്ടാണ്. ഭയങ്കര ലെങ്ത് ഒന്നും വരുന്നില്ലെങ്കിലും അത്യാവശ്യം ആംഗിൾ ലെങ്ത് വരുന്ന സ്കേർട്ടാണ് ഇത്. ഒരു പജാമയാണ് ഇത്. ഞാൻ ബുറൈമിയിലിടാ എടുന്നു വാങ്ങിയൊരു പജാമയാണ് കേട്ടോ. 2 പീസാണ്. ഇതാ നല്ല രസമില്ലേ, മോഡസ്റ്റ് പജാമയാണ് കേട്ടോ. എന്താ പറയുക, ഫുൾ സ്ലീവ് ഉണ്ട്. ഈ ഒരു പെയർ ഞാൻ നെസ്റ്റോന്ന് വാങ്ങിയതിന് ഒരു ബർഗണ്ടി അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് ബ്രൗൺ, രണ്ടിൻ്റെയും മിക്സ് ഷെയ്ഡുള്ളൊരു ടോപ്പ്, പിന്നെ ഒരു ലിനൻ ടച്ച് വരുന്നൊരു പാൻറ്റ്. ഇത് രണ്ടും കൂടി അടിപൊളി കളർ കോംബോ ആണ്. ഇത് രണ്ടും കൂടി ആകുമ്പോൾ നല്ലൊരു ലക്ഷറി കളർ കോംബോ ആണ്. ഞാൻ കുറേ കളർ കോംബോ വീഡിയോസ് എല്ലാം കാണലുണ്ട്. അതിലധികം വരുന്നൊരു കളർ കോംബോ ഇത്. ഷൂ രസമില്ലേ, ഇത് ആലുവിൻ്റെ ഷൂ. ആലു കുറേ ആയി ഒരു ഹീൽ ഷൂ വാങ്ങണം എന്ന് പറയുന്നത്. അങ്ങനെ ഓൾക്കൊരു ഹീൽ ഷൂ വാങ്ങി. പിന്നെ ഇത് ഇന്നുവിൻ്റെ ഷൂ. ഇത് മാക്സിൽ ഇതെല്ലാ മാക്സിലും കണ്ടിട്ട് പോയി നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ഫ്ലവർ വരുന്നത്. സാധാരണ സ്നീക്കേഴ്സിൻ്റെ ഒക്കെ ഒരു ഫ്ലവറും നല്ല രസമില്ലേ. ഇത് ഇന്നുവിൻ്റെ ഷൂ. ഇതാണ് ഇന്നുവിൻ്റെ ഡ്രസ്സ്. ഇന്നുവിൻ്റെ ഡ്രസ്സില്ലേ ശരിക്കും പറഞ്ഞാൽ 13-14 ഏജിലുള്ള ഡ്രസ്സാണ്. ഇത് 2 പീസ് വരുന്നതാണ്. പക്ഷെ നമ്മൾ റേറ്റ് സെപ്പറേറ്റ് നമുക്ക് 1 പീസായിട്ട് വേണമെങ്കിൽ വാങ്ങാം, അല്ലെങ്കിൽ ഓരോന്നും സെപ്പറേറ്റ് നമുക്ക് എടുക്കാം. അങ്ങനെ ഈ ഒരു ഷർട്ട് ഞാൻ 11-12 ഏജിലുള്ള കുട്ടികളെ എടുത്ത്. ഇന്നിപ്പോൾ 9 വയസ്സാണ്. അപ്പോൾ 9-10 മതി. പക്ഷേ ഇത് ക്രോപ്പ് ടോപ്പ് പോലത്തെ, അതുകൊണ്ട് ഞാൻ കുറച്ച് ഏജ് കൂട്ടിയെടുത്ത്, എന്നാൽ കുറച്ചും കൂടി ലെങ്ത്ത് കിട്ടുമല്ലോ. അങ്ങനെ ടോപ്പ് 11-12, പാൻറ്റില്ലേ 13-14 ഏജാണ്. അപ്പോൾ ഈ പാൻറ്റ് ഒന്ന് സൈസാക്കണം. ഇനിയിപ്പോൾ ടൈലേഴ്സിൻ്റെ എല്ലാം ഭയങ്കര തിരക്കായിരിക്കും.
കൊണ്ടുപോയിട്ട് ഒന്ന് സൈസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു നല്ല രസമുള്ള പിങ്ക് കളറാണ് ഇന്നുവിൻ്റെ ഡ്രസ്സ്. പിന്നെ ഇത് മാക്സ് നട്ട്. പിന്നെ ഇത് നെസ്റ്റോ, നല്ല രസമുള്ള ഫ്രോക്കല്ലേ. എനിക്ക് ഇന്നുവിന് ഇങ്ങനത്തെ ഫ്രോക്ക് ഇട്ടിട്ട് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇന്നുവിനൊരു ജംപ് സ്യൂട്ടാണ് വാങ്ങിയത്. ഇതും മാക്സിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. ഇത് നിങ്ങൾ ചിലപ്പോൾ മാക്സിലെല്ലാം പോയിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഒരു സൈഡിൽ സ്ലീവ് ഇല്ല, അതുകൊണ്ട് ഇന്നർ യൂസ് ആക്കും കേട്ടോ. അവൾ മറ്റേ ഇന്നർ മറ്റേ സ്ലീവില്ലേ അത് യൂസ് ആക്കുവേ. ഇന്നൊരു ചെറുതിലേ ഞാൻ ജംപ് സ്യൂട്ട് വാങ്ങലുണ്ട് ഇതിനെ. പക്ഷെ ആലുവിന് എന്തോ ജംപ് സ്യൂട്ട് ചേരാത്ത പോലെയാണ്, അതുകൊണ്ട് വാങ്ങലില്ല. ഇന്നുവിന് ഇപ്പോൾ ഈ ഏജിലും അവൾക്ക് നല്ല ജംപ് സ്യൂട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് 3 ഇന്നുവിന് വാങ്ങിയത്. പിന്നെ നമ്മൾ 2 ഡ്രസ്സെല്ലാം എടുക്കാൻ കാരണം നമ്മൾ പെരുന്നാൾ 2 ദിവസമാണ് കൂടുതൽ ഉണ്ടാവൽ, അതുകൊണ്ടാണ്. പിന്നെ ഞാനില്ലേ മറ്റേ ആച്ചി എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റയിൽ ആച്ചി എന്ന് പറഞ്ഞൊരു അക്കൗണ്ടില്ലേ ലക്ഷദ്വീപിലുള്ള, അവർ പറയുന്ന കേട്ടാൽ 1-ാം പെരുന്നാൾ, 2-ാം പെരുന്നാൾ, 3-ാം പെരുന്നാൾ എന്നെല്ലാം പറഞ്ഞിട്ട് 4-ാം പെരുന്നാൾ, 4 പെരുന്നാളെല്ലാം ഉണ്ടെങ്കിൽ നമ്മളെല്ലാം പെട്ടുപോലെ. പക്ഷെ 4 പെരുന്നാളിലൊന്നും ഡ്രസ്സ് എടുക്കൂലായിരിക്കും അവർ. പിന്നെ ഇത് ആലുവിൻ്റെ, ഇത് നമുക്ക് കണ്ടിരുന്നതിന് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാണ്. നല്ല രസമുള്ള നല്ല കട്ടിങ് ഈ ഫ്രോക്കിൻ്റെ, പിന്നെ നെക്കിൻ്റെ കട്ടിങ്ങും എല്ലാം നല്ല രസമുണ്ട് കാണാൻ. ഇതിന് ഇപ്പോൾ ടേർട്ടിൽ നെക്ക് ഇന്നറെല്ലാം ഇട്ടാൽ നല്ല രസമുണ്ടാവും. ടേർട്ടിൽ നെക്ക് എന്ന് പറഞ്ഞാൽ മടങ്ങി നിൽക്കുന്ന അല്ലാത്ത കുറച്ച് ഹൈ നെക്ക് കയറി നിൽക്കുന്ന ഇന്നർ ഉണ്ടാവില്ലേ, അത് ഇട്ടാൽ നല്ല രസമുണ്ടാവേ. അപ്പോൾ ഇതാണ് ആലുവിൻ്റെ ഒരു ഫ്രോക്ക്. പിന്നെ ആലുവിന് ഒരു ടോപ്പ് എടുത്തേന് ഇങ്ങനത്തെ. പിന്നെ ഇത് ഇന്നുവിന് ചൈന മാളിൽ നിന്ന് വാങ്ങിയൊരു പാൻറ്റാണ്. അങ്ങനെ ഇങ്ങനെ ജീൻ ഉണ്ടാവില്ലേ, ഇത് ഇന്നുവിൻ്റെ. ആലുവിനും ഞാൻ ഈ ടോപ്പിനൊരു ജീന് വാങ്ങിനേനും, അത് ഈ ലേഡിയും ഉണ്ട്. ഇനി കുറച്ച് നമ്മളെ ഇങ്ങനത്തെ ഐറ്റംസാണ്. ഈ ലങ്ക് ആദ്യം കാണിക്കാനുള്ള ഈ കുപ്പി വളയാണ്. ഇത് ഞാൻ വാങ്ങിയിട്ട് പെട്ടുപോയൊരു വളയാണ്. സോറി, ഇത് കുപ്പി വളയല്ല, ഞാനിത് സൗണ്ട് കേട്ടിട്ട് വിചാരിച്ച് കുപ്പി വളയാണെന്ന്. ഇത് സ്റ്റീൽ എങ്ങാനുമാണ്. പക്ഷേ ഈ ഒരു വളക്കില്ലേ, ഈ 3 വളക്കും കൂടി 3 റിയാൽ സംതിങ് ഉണ്ട്. ഇതൊരു പെയറായിട്ട് വരുന്നതാണ്. അപ്പോൾ ഏകദേശം 1000-ൻ്റെ അടുത്തോളം വരും. ഞാനാണെങ്കിൽ ഇതിൻ്റെ റേറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് വാങ്ങൂലേനു, ആകെ പെട്ടുപോയി വാങ്ങിയിട്ട്. പിന്നെ ബില്ലടിച്ചു തരാം പിന്നെ കണ്ടേ. പക്ഷെ നല്ല രസമുണ്ട്, ക്വാളിറ്റി ഉണ്ട്, കളറ് പോവില്ലായിരിക്കും. ഒരു സിൽവറും 2 ഗോൾഡും, നല്ല രസമുണ്ട് കാണാൻ. പക്ഷേ റേറ്റ് കുറച്ച് കൂടിപ്പോയി. പിന്നെ ഇത് ആലുവിന് വാങ്ങിയതാ. ഇതിൽ ഇങ്ങനെ വളയും മാലയും കമ്മലും എല്ലാം ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ. മറ്റേ ഷെല്ലില്ലേ, ഷെല്ലിൻ്റെ ഉള്ളിൽ പേള് വരുന്ന ഡിസൈന് നല്ല രസമുണ്ട്. ഓളെ ആ ഒരു ഫ്രോക്കിന് നല്ല മാച്ചായിരിക്കും ഈ കളറ്. ഓക്കെ, പിന്നെ ഇത് സെയിം ഇന്നുവിന് വാങ്ങിയേ. ഇങ്ങനെ കമ്മലും മാലയുള്ളൂ, ഇന്നുവിന് വളയില്ല. പിന്നെ ഇത് ഇന്നുവിനും ആലുവിനും ഓരോ സ്റ്റെൻസിൽസ് വാങ്ങീന്. ഈ ഒരു ഐലൈനറാണ് ഞാൻ എപ്പോഴും വാങ്ങൽ. ഇത് ഒറിജിനലൊന്നും ആയിരിക്കില്ല, പക്ഷേങ്കിൽ ഇത് കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എവിടെയെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വാങ്ങിക്കും. ഇതിൻ്റെ റേറ്റ് 100 സംതിങ് രൂപയാണ് നാട്ടിലെ, ഇവിടുത്തെ 475 പൈസ. എവിടെയെങ്കിലും ഈ ഒരു ബ്രാൻഡ് കാണുന്നുണ്ടെങ്കിൽ വാങ്ങിക്കും, കുറേ കാലം നമുക്ക് യൂസ് ആക്കാൻ പറ്റും. പിന്നെ ഇത് വോളിയം അപ്പ് എന്ന് പറഞ്ഞ മസ്കാരയാണ്. ഇത് നെയിൽ, മറ്റേ ഫേക്ക് നെയിൽസ് ഇല്ലേ അതാണ്. ഇത് നമുക്കിത് ഇതിൽ ഒട്ടിക്കുന്ന ഡബിൾ സൈഡ് സ്റ്റിക്കറും ഉണ്ടാവും, നെയിലും ഉണ്ടാവും. മറ്റേ ഗ്ലൂ തേച്ച് ഒട്ടിക്കണ്ട, അതുകൊണ്ട് നമുക്കിപ്പോൾ വുളു എല്ലാം ചെയ്യണമെങ്കിൽ നമുക്കിത് പറിച്ചിട്ട് വുളു എല്ലാം ചെയ്തിട്ട് പിന്നെ ഒട്ടിക്കാൻ പറ്റും. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പെരുന്നാളിനൊരു ഫുൾ ഡേ വെക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത്. ഇത് ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഒട്ടിക്കേണ്ടതാണോ ഡബിൾ സൈഡ് ഉണ്ടോ നോക്കിയിട്ടാട്ടോ ഞാൻ വാങ്ങിയത്. ഡബിൾ സൈഡ് സ്റ്റിക്കറാണ്, അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഇതിലും പിന്നെ ഇതിൻ്റെ അടിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഇതേപോലെ സ്റ്റിക്കർ വരുവേ. പിന്നെ ഇതിൻ്റെ അടിയിൽ കുറച്ചും കൂടി നെയിൽസും കൂടി ഉണ്ട്, നമുക്ക് ഇഷ്ടം പോലെ സ്റ്റൈൽ ചെയ്യാം. പിന്നെ ഇതൊരു പീച്ച് ഷെയ്ഡ്, അങ്ങനെ പീച്ച് ഷെയ്ഡ് നല്ല രസമായിരിക്കും നമ്മളെ നെയിൽസിന്. പിന്നെ ഇത് വേറൊരു എന്തോ ഒരു കളറ്, എന്ത് കളറാണെന്നാണ് പറയുക. ഇതും ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ച് ഒട്ടിക്കുന്ന തന്നെയാണ്.
ഇതിൽ കുറേ വേറെയും കുറേ നെയിൽസ് എല്ലാം ഉണ്ട്. ഞാൻ കുഞ്ഞായിട്ടുള്ള സമയത്ത് ഇങ്ങനെ നെയിൽസ് നോക്കലേനെ. അന്നേരം കുഞ്ഞ് തന്നെ നല്ലോണം കലമ്പി, നീ എന്തിനാ നെയിൽസ് വാങ്ങുന്നത്, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ നെയിൽസ് എല്ലാം എന്തിനാ വെക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഞാൻ കരയായിട്ട് നോക്കലേനു. അന്നേരം ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു, ഞാൻ വാങ്ങാൻ വേണ്ടി നോക്കുന്നതല്ല, നോക്കാൻ വേണ്ടി നോക്കുന്നതാന്ന് പറഞ്ഞു. അങ്ങനെ നോക്കി വെച്ച് കുഞ്ഞൻ നാട്ടിൽ പോയാലും ഞാൻ വാങ്ങി. പിന്നെ ഇത് ഇന്നൂനും ആലൂനും വേണ്ടി വാങ്ങിയതാ, നല്ല പിങ്ക് കളറിൽ, നല്ല രസമുണ്ട്. ഇത് കുട്ടികളെ തന്നെ, കിഡ്സിൻ്റെ തന്നെ. ഇതും ഡബിൾ സൈഡ് വെച്ചിട്ട് ഒട്ടിക്കുന്നതാ. പക്ഷേ ഇത് ഡബിൾ സൈഡ് വെച്ച് ഒട്ടിച്ചാൽ നമ്മളൊന്ന് വേഗം പറഞ്ഞു പോവും, പക്ഷെ കുഴപ്പമുണ്ടാവില്ല, ഒരു ദിവസമെല്ലാം അങ്ങനെ നിൽക്കുമായിരിക്കും. ഇതും നല്ല രസമുള്ളതാ. പിന്നെ ഇത് മറ്റേ നെയില്, ഇത് ശംഷി വാങ്ങിയതാ, നെയില് ഗ്ലോ ആക്കുന്ന സംഭവം. പിന്നെ ഇത് നമുക്ക് ഇങ്ങനെ സക്കാത്ത് കൊടുക്കുന്ന ഇതില്ലേ, പൗച്ചില്ലേ, അതാണ്. നമുക്കിങ്ങനെ സക്കാത്തെല്ലാം ഇട്ട് കൊടുക്കാൻ പറ്റിയ പൗച്ചാണ് ഇത്. നല്ല രസമുണ്ടല്ലേ, നല്ല രസമുള്ള പൗച്ച്. അപ്പോൾ ഇത്രയെല്ലാം സാധനമാണ് നമ്മളെ ഈദ് ഷോപ്പിംഗ്. അതന്നെ, നമുക്ക് കുട്ടിയൊക്കെ എല്ലാം ഇങ്ങനത്തെ ഇട്ട് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാവും അവർക്ക്. കുട്ടിക്ക് ഇങ്ങനത്തെ സക്കാത്തെല്ലാം കിട്ടുമ്പോൾ കൊടുക്കുമ്പോൾ എല്ലാം ഭയങ്കര രസമല്ലേ.